തേങ്ങ ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ഒരു കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കുതിർത്ത കടല കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിലൊരു സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിടാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളവും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ കേൾക്കുന്നിടം വരെ വേവിക്കാം. ഇനി മസാല തയ്യാറാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 20 ചെറിയ ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളിയാണ് ഈ കറിയുടെ ടേസ്റ്റ്. അതുകൊണ്ട് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഇടണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി 1 സ്പൂണും മല്ലിപ്പൊടി 2 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഈ കറിയിൽ മുളക് പൊടിയെക്കാട്ടി കൂടുതൽ മല്ലിപ്പൊടി ചേർക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ കടല ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കടലക്കറി നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.